സ്ക്വിഡ് ഗെയിം സീസൺ 3 റിലീസായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീരീസിന്റെ ഫൈനൽ സീസൺ ആണ്. ആൻഡ് ആ ഒരു ഫൈനൽ സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നല്ല അടിപൊളിയായിട്ടാണ് അവർ എൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എൻ്റയർ സീരീസ് എന്താണോ പറയാൻ ഉദ്ദേശിച്ച ആ ക്യാരക്ടേഴ്സും ഇവന്റ്സും അവർ ഫേസ് ചെയ്ത സിറ്റുവേഷൻസും അല്ലെങ്കിൽ ആ സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന വേൾഡ് ബിൽഡും അതൊക്കെ എന്താണോ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം നല്ല പ്രോപ്പറായിട്ട് തന്നെ ആ ഒരു ഫൈനൽ സീസണിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു ഫൈനൽ സീസണിൽ നമ്മൾ കാണുന്ന സീസൺ 2 ആ ഒരു ആന്റഗോണിസ്റ്റും അല്ലെങ്കിൽ അവിടുത്തെ പ്ലേയേഴ്സ് എല്ലാവരും കൂടി ക്രിയേറ്റ് ചെയ്ത കെയോസും അതിനുശേഷം നടക്കുന്ന ഇവന്റ്സ് ഒക്കെയാണ്. ആൻഡ് ഈ ഒരു ഇവന്റ്സ് മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കുഞ്ഞു കുട്ടിയിലൂടെയാണ്, ഒരു ന്യൂ ബോൺ ബേബി. ആ ഒരു ബേബിനെ കണക്ട് ചെയ്ത് ആ ഗെയിമിൽ നടക്കുന്ന ഒരുപാട് ചേഞ്ചസും അല്ലെങ്കിൽ പ്ലേയേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സും ഒരു സീരീസ് സംസാരിക്കുന്ന സീസൺ 1 ആൻഡ് സീസൺ 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീസൺ 3 ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൽ മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മിക്ക ക്യാരക്ടേഴ്സിലും കൂടെ. ആ ഒരു ഇമോഷണൽ കണക്ഷൻ നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട് പല സിറ്റുവേഷൻസിലും പല ക്യാരക്ടേഴ്സിലൂടെയൊക്കെ. നമ്മൾ പെട്ടെന്നൊന്നും ഈ ഒരു സീരീസിന്റെ ക്ലൈമാക്സോ അല്ലെങ്കിൽ സീരീസ് എൻഡ് ചെയ്യുന്നതൊന്നും നമ്മൾ മറക്കത്തില്ല. നമ്മുടെ മനസ്സിൽ ഒരുപാട് കാലം നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഈ ഒരു സീരീസിന്. അത് മിക്കവർക്കും വർക്കാവാം, മിക്കവർക്കും വർക്കാവാതിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് നല്ല രീതിക്ക് തന്നെ വർക്കായി. കാരണം ഈ ഒരു എൻ്റയർ സീരീസ് എന്താണോ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു പോകുന്ന പോലെയാണ് ആ ഒരു ക്ലൈമാക്സ് പോർഷൻ എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഒരു സീരീസ് ലോകത്തിനോട് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം ഫൈനൽ എപ്പിസോഡിൽ നല്ല രീതിക്ക് തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹ്യൂമാനിറ്റി ഉണ്ടല്ലോ, ഒരു മനുഷ്യത്വം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം, ആ ഒരു കോൺസെപ്റ്റ് വളരെ നൈസായിട്ടാണ് ഈ സീരീസിൽ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് സീരീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം സീസൺ 1 തൊട്ട് സീസൺ 3 വരെ ആ ഒരു സീരീസിൽ സംസാരിച്ചു പോകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ, അതായത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കുറെ പാവങ്ങളെ പിടിച്ചു നിർത്തി പൈസയ്ക്ക് വേണ്ടി ബെറ്റ് വെച്ച് ഇങ്ങനെ കളിപ്പിക്കുന്ന ഒരു ഇവന്റ് ആണല്ലോ. സോ ആ ഒരു ക്ലാസിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന എല്ലാവരും മനുഷ്യരാണ്, അല്ലാതെ അവർ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, ഇവരിൽ പൈസ ഇല്ല അതുകൊണ്ട് ഇവർ മനുഷ്യരല്ല, അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും അല്ല. എല്ലാവരും ഈക്വൽ ആണെന്നുള്ള കാര്യം വളരെ നൈസായിട്ടാണ് ഈ ഒരു സീരീസിൽ സംസാരിക്കുന്നത്. ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫൈനൽ സീസൺ ആകെ 6 എപ്പിസോഡുള്ളൂ. എല്ലാ എപ്പിസോഡും ഒരു 1 hour ഡ്യൂറേഷൻ ഉണ്ട്. ആ ഒരു 6 എപ്പിസോഡിൽ വളരെ നൈസായിട്ട് തന്നെ ഓരോ എപ്പിസോഡും സംസാരിച്ച് പോയിരിക്കുന്നത്, അല്ലാതെ എവിടെയും വലിച്ചു നീട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഫൈനൽ സീസൺ ആണ് ഇനി ഒരുപാട് പോകും ആൾക്കാരൊക്കെ ഇരുന്ന് കണ്ടോളും അങ്ങനെയൊന്നുമല്ല. ആ ഒരു 6 എപ്പിസോഡിനകത്ത് ഒരു 3 ഗെയിംസും അവിടുത്തെ പ്ലേയേഴ്സ് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ നൈസായിട്ട് ബാലൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു സീരീസിന്റെ ഫൈനൽ ഗെയിം ആയിരുന്നു ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ കണ്ടുനോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്ക് നൈസ് ആയിരുന്നു ആ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ആന്റഗോണിസ്റ്റ് ആയാലും പ്രൊട്ടഗണിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ആ ഒരു സീരീസിൽ വന്നു പോകുന്ന മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും അവർക്കൊരു പ്രോപ്പർ സ്റ്റാർട്ടിങ് പ്രോപ്പർ എൻഡിങ് ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ദ സീരീസിൽ പല ഡിഫറെന്റ് ഷെയ്ഡ്സ് ആയിട്ടൊക്കെ വന്നിട്ട് ആ ഒരു ഫൈനൽ സീസണിൽ അവരുടെ ശരിക്കുമുള്ള ആ ഒരു ക്യാരക്ടർ എന്താണ്, അവരുടെ ഷെയ്ഡ് എന്താണെന്ന് നല്ല നൈസായിട്ട് കാണിക്കുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പ്രോപ്പർ സ്റ്റാർട്ടിങ് ഒരു പ്രോപ്പർ എൻഡിങ് ഉള്ള ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് സ്ക്വിഡ് ഗെയിം ഫീൽ ചെയ്തത്. ആ ഒരു കൊറിയൻ സ്ക്വിഡ് ഗെയിം എന്തായാലും ഇവിടെ കൊണ്ട് തീർന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ വരുമോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷേ ഫോർ ദ ടൈം ബീൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത ഗെയിംസും ക്യാരക്ടേഴ്സും ആ ഇവന്റ്സ് ഒക്കെ ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ കണക്ട് ചെയ്ത് ഒരുപാട് സ്ക്വിഡ് ഗെയിംസ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന സ്ക്വിഡ് ഗെയിം അമേരിക്ക എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ ഒരു ചെറിയൊരു ക്ലിംസ് ഈ ഒരു സീരീസിലെ ഫൈനൽ കാണിക്കുന്നുണ്ട്. അത് ഡയറക്ട് ചെയ്യുന്ന ഡേവിഡ് ഫിഞ്ചർ ആണ്. ഈ ഒരു കൊറിയൻ സ്ക്വിഡ് ഗെയിം ഇവിടെ തീർന്നു. പക്ഷേ ഇനി പല കൺട്രീസിലും സ്ക്വിഡ് ഗെയിംസ് വന്ന് ആ ഒരു കൺട്രീസിൽ ആ സ്ക്വിഡ് ഗെയിം എങ്ങനെ നിലനിൽക്കും അല്ലെങ്കിൽ അത് അവിടെ എങ്ങനെയായിരിക്കും ടേക്ക് ഓവർ ചെയ്യണമെന്നായിരിക്കും അടുത്ത് വരുന്ന ഒരുപാട് സ്ക്വിഡ് ഗെയിംസ് സംസാരിക്കുന്നത്. സോ ഓവറോൾ ഈ ഒരു സ്ക്വിഡ് ഗെയിം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റാർട്ടിങ്ങും നല്ലൊരു പ്രോപ്പർ എൻഡിങ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ്. സോ എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.